മോഷണൽ EMF അണ്ടർ ലോറൻസ് ഫോഴ്സ്. നമ്മുടെ 6th ചാപ്റ്ററിൽ പഠിച്ചൊരു ടോപ്പിക്കാണ് മോഷണൽ EMF. തൊട്ട് മുമ്പത്തെ ടോപ്പിക്കായിരുന്നു. അതിന് മുമ്പുള്ള ചാപ്റ്ററുകളിൽ നമ്മൾ ലോറൻസ് ഫോഴ്സ് എന്താണെന്നും കണ്ടിരുന്നു. ലോറൻസ് ഫോഴ്സ് ഉപയോഗിച്ച് നമുക്ക് മോഷണൽ EMF എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കുമോ, അല്ലെങ്കിൽ ലോറൻസ് ഫോഴ്സിൻ്റെ ഫോർമുലാസ് ഉപയോഗിച്ച് നമ്മൾ കണ്ടെത്തിയ മോഷണൽ EMFൻ്റെ ഇക്വേഷൻ E=BLV പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുമോ? ഇതാണ് നമ്മുടെ ചർച്ചാ വിഷയം. അതിനുവേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഡയഗ്രം തന്നെ കൺസിഡർ ചെയ്യുക. PQRS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെക്റ്റാങ്കുലർ ഫ്രെയിമാണ്. അതിൽ PQ എന്ന് പറയുന്ന L ലെങ്ത്തുള്ള ആ ഒരു റോഡ് മാത്രം നമുക്ക് നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യിക്കാനായിട്ട് സാധിക്കും. ലെൻസസ് ലോ ഉപയോഗിച്ച് കറൻറ്റ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് പോകുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ കണ്ടെത്തിയ ഇക്വേഷൻ എന്തായിരുന്നു? E=BLV. ഇനി ലോറൻസ് ഫോഴ്സ് ഉപയോഗിച്ച്, ലോറൻസ് ഫോഴ്സിൻ്റെ ഇക്വേഷനൊക്കെ ഉപയോഗിച്ച് ഇതേ E=BLV നമുക്ക് പ്രൂവ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുമോ? ഇതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതിനുവേണ്ടി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറൻറ്റ് പോകുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഒരു പോസിറ്റീവ് ചാർജ് PQ എന്ന് പറയുന്ന റോഡിൽ ഉണ്ടെന്ന് വിചാരിക്കുക. ആ P എന്ന് പറയുന്ന പോയിന്റിൽ ഞാനൊരു +Q ചാർജ് വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക. ആ +Q ചാർജ് നേരെ താഴേക്ക് വരുന്നു, Qയിലേക്ക് വരുന്നു, പിന്നീട് Qയിൽ നിന്ന് Rലേക്ക് വരുന്നു, Rൽ നിന്ന് Sലേക്ക് വരുന്നു, Sൽ നിന്ന് Pയിലേക്ക് വരുന്നു. +Q എന്ന് പറയുന്ന ചാർജ് ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു. അതായത് കറൻറ്റിൻ്റെ അതേ ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. പോസിറ്റീവ് ചാർജുകൾ ഏത് രീതിയിലാണോ പോകുന്നത് ആ ഡയറക്ഷൻ തന്നെയായിരിക്കും കറൻറ്റിൻ്റെയും ഡയറക്ഷൻ. കറൻറ്റ് ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് പോസിറ്റീവ് ചാർജ് +Q എന്ന് പറയുന്ന പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്യുന്നതും ക്ലോക്ക് വൈസ് ഡയറക്ഷൻ തന്നെയായിരിക്കും. ഇതൊരു ആർബിട്രറി കേസാണ്, ഒരു ഇമാജിനറി കേസാണ്. വിചാരിക്കുക PQ എന്ന് പറയുന്ന ആ L ലെങ്ത്തുള്ള PQ എന്ന് പറയുന്ന ആ ഒരു റോഡിൽ P എന്ന് പറയുന്ന ഭാഗത്ത് +Q ചാർജ് വെച്ചിട്ടുണ്ട്. ഇനി അതിനെ എങ്ങോട്ട് കൊണ്ടുവരണം? Qയിലേക്ക് കൊണ്ടുവരണം. പിന്നീട് Qയിൽ നിന്ന് Rലേക്ക് കൊണ്ടുവരണം. പിന്നെ Rൽ നിന്ന് Sലേക്ക്, Sൽ നിന്ന് Pയിലേക്ക്. ആ രീതിയിൽ ക്ലോക്ക് വൈസ് ആയിട്ട് അതിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കണം. കറൻറ്റിൻ്റെ ഡയറക്ഷനിൽ +Qവിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കണം. നോക്കുക, ഒരു ചാർജ് അവിടെ മൂവ് ചെയ്യുന്നുണ്ട്, ശരിയല്ലേ? +Q എന്ന് പറയുന്ന ചാർജ് അവിടെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നുണ്ട്. നമ്മളതിൻ്റെ ഒരു സെഗ്മെൻറ്റ് മാത്രം എടുക്കുക. അതായത് P മുതൽ Q വരെയുള്ള ആ ഒരു സെഗ്മെൻറ്റ് മാത്രം എടുക്കുക. അങ്ങനെയെങ്കിൽ മൂവ് ചെയ്യുന്ന ചാർജ് ഇപ്പോൾ ഇരിക്കുന്നത് എവിടെയാണ്? ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ഉണ്ട്. നേരെ ഇൻടു ദ പ്ലെയിനാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചാർജ് മൂവ് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ആ ചാർജിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ലോറൻസ് ഫോഴ്സ് എത്രയായിരിക്കും? ഇലക്ട്രിക്കൽ ഫോഴ്സിൻ്റെയും മാഗ്നറ്റിക് ഫോഴ്സിൻ്റെയും സമ്മാണ് ലോറൻസ് ഫോഴ്സ്. അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഒന്നും തന്നെ ഇല്ല. നമുക്ക് നോക്കാം. കൺസിഡർ എനി ആർബിട്രറി ചാർജ് +Q ഇൻ ദ കണ്ടക്ടർ PQ എന്ന് പറയുന്ന ആ ഒരു കണ്ടക്ടറിൽ നമ്മളൊരു +Q ചാർജ് വെച്ചിട്ടുണ്ട്. ആ +Q ചാർജ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് വേണമെങ്കിൽ വിചാരിച്ചോളൂ. കറൻറ്റ് പോകുന്ന അതേ ഡയറക്ഷനിൽ. തൽക്കാലത്തേക്ക് PQ എന്ന് പറയുന്ന ആ ഒരു കണ്ടക്ടറിൽ നമ്മളൊരു ചാർജിനെ വെച്ചിട്ടുണ്ട്. ലോറൻസ് ഫോഴ്സ് ഓൺ ദിസ് ചാർജ് FL = QV + Q × V × P. ശ്രദ്ധിക്കുക, PQ എന്ന് പറയുന്ന കണ്ടക്ടറിൽ +Q ചാർജ് ഞാൻ വെച്ചിട്ടുണ്ട്. ആ ചാർജ് ഈ PQ എന്ന് പറയുന്ന റോഡ് എൻ്റെ റൈറ്റിലേക്ക് നീങ്ങുന്നതിനനുസരിച്ച് ചാർജും നീങ്ങും. PQ എന്ന് പറയുന്ന കണ്ടക്ടറിൽ വെച്ചിരിക്കുന്ന +Q എന്ന് പറയുന്ന ചാർജ് കണ്ടക്ടർ റൈറ്റിലേക്ക് നീങ്ങുന്നതിനനുസരിച്ച് നീങ്ങും. ചാർജും റൈറ്റിലേക്ക് നീങ്ങും, കണ്ടക്ടറും റൈറ്റിലേക്ക് നീങ്ങും. തിരിച്ചാണ് പറയേണ്ടത്. കണ്ടക്ടർ റൈറ്റിലേക്ക് നീങ്ങുന്നതിനനുസരിച്ച് അതിൽ വെച്ചിരിക്കുന്ന ചാർജും റൈറ്റിലേക്ക് നീങ്ങും. ഒരു ചാർജ് മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ലോറൻസ് ഫോഴ്സിനുള്ള സാധാരണ ഇക്വേഷൻ, ജനറൽ ഇക്വേഷൻ എന്താണ്? QV + Q × V × B. ഇലക്ട്രിക് ഫീൽഡ് ഒന്നും തന്നെ ഇല്ല, അതായത് E=0 ആണ്. V × B എന്താണ്? V × B VB sin θ. എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡും വെലോസിറ്റിയും തമ്മിലുള്ള ആംഗിളാണ്.
വെലോസിറ്റി ഈ ഡയറക്ഷനിലാണ്. കാരണം ചാർജ് ഇരിക്കുന്നത് ഇപ്പോൾ എവിടെയാണ്? പി ക്യു എന്ന് പറയുന്ന കണ്ടക്ടറിലാണ്. ആ കണ്ടക്ടർ എൻ്റെ റൈറ്റിലേക്കാണ് നീങ്ങുന്നത്. കണ്ടക്ടർ റൈറ്റിലേക്ക് നീങ്ങുന്നു, അതിൽ വെച്ചിരിക്കുന്ന ചാർജും റൈറ്റിലേക്ക് നീങ്ങുന്നു. ചാർജിൻ്റെയും കണ്ടക്ടറിൻ്റെയും വെലോസിറ്റി ഈ ഡയറക്ഷനാണ്. ഇതാ ഇങ്ങനെ. മാഗ്നറ്റിക് ഫീൽഡ് നേരെ ഉള്ളിലേക്ക്. വിയും ബിയും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. വി ക്രോസ് ബി എന്ത് വരും? വി ബി സൈൻ തീറ്റ. തീറ്റ എത്രയാണ്? 90 ഡിഗ്രി. സൈൻ 91 ആണ്. വി ക്രോസ് ബി വി ബി ആയിട്ട് പോയി. ഇനി എഫ് എൽ ഇസ് ഈക്വൽ ടു ലോറൻസ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു ക്യു വി ബി. അതായത് ഈ 0 ആയി പോയി. അപ്പോൾ ആദ്യത്തെ മൊത്തം 0 ആയി. ക്യു ഇൻറ്റു വി ക്രോസ് ബി. വി ക്രോസ് ബി എന്തായിട്ട് പോയി? വി ബി. ക്യു വി ബി. ലോറൻസ് ഫോഴ്സ് ഈക്വൽ ടു ക്യു വി ബി, ഇക്വേഷൻ 1. ഇനി ദ വർക്ക് ഡൺ ഇൻ മൂവിങ് ചാർജ് പി ടു ക്യു ഈസ് ഡബ്ല്യു ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. അതായത് പി ക്യു എന്ന് പറയുന്ന കണ്ടക്ടറിൽ വെച്ചിരിക്കുന്ന ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് ക്യു വി ബി. ഇനി ആ ചാർജിനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എവിടെ നിന്ന് എങ്ങോട്ട് മൂവ് ചെയ്യിപ്പിക്കണം? നമ്മൾ എവിടെ നിന്ന് എങ്ങോട്ട് മൂവ് ചെയ്യിപ്പിക്കണം? പിയിൽ നിന്ന് ക്യൂവിലേക്ക് മൂവ് ചെയ്യിപ്പിക്കണം. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഒരു വർക്ക് ചെയ്യേണ്ടി വരും. ആ വർക്ക് എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. നോക്കാം നമുക്ക്. ദ വർക്ക് ഡൺ ഇൻ മൂവിങ് ചാർജ് പി ടു ക്യൂ ഈസ് ഡബ്ല്യു ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഫോഴ്സ് എത്രയാണ്? ആ ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണ്? ക്യു വി ബി ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് പി മുതൽ ക്യൂ വരെയുള്ള ആ ലെങ്ത്താണ്. അതെല്ലാണ്. ചാർജിനെ നമുക്ക് എവിടെ നിന്ന് എങ്ങോട്ടാണ് മൂവ് ചെയ്യിപ്പിക്കേണ്ടത്? പിയിൽ നിന്ന് ക്യൂവിലേക്കാണ് മൂവ് ചെയ്യിപ്പിക്കേണ്ടത്. എത്രത്തോളം ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ട് അവിടെ? എൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ട്. അതായത് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഫോഴ്സ് ക്യു വി ബി ആണ്, ഡിസ്പ്ലേസ്മെൻറ്റ് എൽ. ക്യു വി ബി ഇൻറ്റു എൽ. ഇതാണ് വർക്ക് ഡൺ. ഇ എം എഫിന് ചെറിയ ക്ലാസ്സുകളിൽ, അതല്ലെങ്കിൽ നമ്മുടെ 3ാമത്തെ ചാപ്റ്ററിൽ എടുത്തോളൂ, ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇ എം എഫ് ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ചാർജ്. നമ്മുടെ +2 തന്നെ 3ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്. ഇ എം എഫ് ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ചാർജ്. വർക്ക് ഡൺ എത്രയാണ്? ക്യു വി ബി ഇൻറ്റു എൽ. ചാർജ് ക്യു. ക്യു വി ബി എൽ ഡിവൈഡഡ് ബൈ ക്യു. ക്യൂവും ക്യൂവും അവിടെ ക്യാൻസൽ ചെയ്തു പോയി. ബാക്കി നമുക്ക് ലഭിക്കുക ഇ ഈക്വൽ ടു വി ബി എൽ ആണ്. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇ എം എഫ് ഇസ് ഈക്വൽ ടു ബി എൽ വി എന്ന് തന്നെ കിട്ടും. അതായത് മോഷണൽ ഇ എം എഫിന് കൃത്യമായിട്ടൊരു ഡെറിവേഷൻ ഉണ്ട്. അത് നമ്മൾ തൊട്ട് മുമ്പിലുള്ള ടോപ്പിക്കിൽ പറഞ്ഞു. ആ ഡെറിവേഷൻ അനുസരിച്ച് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് അല്ലെങ്കിൽ മോഷണൽ ഇ എം എഫ് ഇസ് ഈക്വൽ ടു ബി എൽ വി ആണ്. ഇതേ ഇക്വേഷൻ നമുക്ക് ആ ഏത് ടോപ്പിക് ഉപയോഗിച്ചും കണ്ടെത്താം. ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്ന ടോപ്പിക് ഉപയോഗിച്ചും അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ച് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. നോക്കുക, മോഷണൽ ഇ എം എഫ് അണ്ടർ ലോറൻസ് ഫോഴ്സ്. ഫിഗറും അതിൻ്റെ എക്സ്പ്ലനേഷനും ഒക്കെ സെയിം ആണ്. നമ്മൾ വർക്ക് ഡൺ കണ്ടുപിടിക്കുന്നു. വർക്ക് ഡൺ ഈക്വൽ ടു ക്യു വി ബി ഇൻറ്റു എൽ ആണ്. അതിനുശേഷം ഇ എം എഫ് ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ചാർജ് എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് ഇ എം എഫ് ഈസ് ഈക്വൽ ടു ബി എൽ വി എന്ന് പ്രൂവ് ചെയ്യുന്നു.